നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതാണ് പിണറായി വിജയന്റെ മോദി പേടി. കൊള്ള മുതലിനൊപ്പം തന്നെയും മകളെയും ജയിലിൽ അടയ്ക്കുമോ എന്ന ഭയം കാരണം സംഘപരിവാറിന്റെ ഏതു തൂണും പിടിക്കും പിണറായി. അത്രയേ ഉള്ളൂ ഈ ഭീരു. കട്ടതൊന്നും കൈവിട്ടു പോകരുത്. അതിന് മോദിയുടെ കാല് നക്കണമെങ്കിൽ നക്കും. നക്കിക്കോ, പക്ഷേ അത് സ്വന്തം ക്രെഡിറ്റിൽ മതി, CPMന്റെ ക്രെഡിറ്റിലാക്കണ്ട. നിലപാട് പോലും അടിയറവ് വെച്ചിട്ട് നട്ടല് വളഞ്ഞു നിന്നിട്ട് സംഘപരിവാറിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന പിണറായിയെ ചവിട്ടി പുറത്താക്കേണ്ട കാലം കഴിഞ്ഞു. ഈ പാർട്ടിയിൽ നട്ടലുള്ളവരുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്ത് കാണിക്കുക. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെ പൊളിച്ചടുക്കുകയാണ്. കൊടിയ പാതകം ഈ സമൂഹത്തോട് ചെയ്യുന്നത് പിണറായി വിജയനാണ്. ജനം എന്തേ അത് ഇനിയും തിരിച്ചറിയുന്നില്ല. വർഗീയതയുടെ തോളിൽ കൈയിട്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിക്ക് സംഘചാലക് ഋഷി തുല്യൻ, ബിഷപ്പ് കൂറിലോസ് വിവരദോഷി. ഇതാണ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ്. ഭൂമിയോളം താണ ചെറിയ മാടത്തിൽ പിറന്ന് വളർന്ന് വലിയ പദവികളിലെത്തിയ മാറോളിക്കോരന്റെ മകൻ വിജയൻ ഹെലികോപ്റ്ററിൽ പറന്ന് വിഹരിക്കുമ്പോൾ 40-ലേറെ കാറുകളുടെ അകമ്പടിയോടെ തെരുവീഥികളിൽ പുളയ്ക്കുമ്പോൾ അത് പട്ടിണിപ്പാവങ്ങളുടെ ഓട്ടക്കാലണ നുള്ളിപ്പെറുക്കിയുള്ള അർമാദിക്കലാണെന്ന് തിരിച്ചറിയാതെ പോകുന്നെങ്കിലും അതിനെ ഒരപരാധമായി കാണണ്ട. നമുക്കത് പൊറുക്കാം. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന രമ്യഹർമ്മത്തിന്റെ തിരുമുറ്റത്ത് മാർബിൾ തളിക പോലെ കെട്ടിയുണ്ടാക്കിയ നീന്തൽ കുളത്തിൽ പിറന്ന മേനിയിൽ അച്ചിയുമായി നീരാടി രമിക്കുന്നതും ഖജനാവിലെ തുട്ടുകൾ കൊണ്ടാണെങ്കിലും അതും വലിയ അപരാധമായി കാണണ്ട. അപ്പൂപ്പന്റെ ബാല്യവും യൗവനവും ഏത് നീന്തൽ കുളത്തിലായിരുന്നുവെന്ന് ഇന്തോനേഷ്യയിലെ നക്ഷത്രങ്ങൾ വിരിച്ച പറുദീസയിൽ നീരാടവെ പേരക്കുട്ടി ചോദിച്ചാലും വീണമോൾ കണ്ണിറുക്കി കാട്ടി ഒഴിഞ്ഞാൽ മതി. അതൊന്നും ഇപ്പോൾ ചികഞ്ഞെടുക്കേണ്ട എന്ന സിഗ്നൽ കൗശലപൂർവം കൊടുത്ത് നിന്റെ അപ്പൂപ്പനും അദ്ദേഹത്തിന്റെ അപ്പൂപ്പനും അട്ടപ്പാടികളായിരുന്നു എന്ന സത്യം മറച്ചു പിടിച്ചാൽ മതിയെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ശക്തിധരൻ. പിണറായി വിജയന്റെ ഒരു വലിയ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ് ഈ കുറിപ്പിലൂടെ ശക്തിധരൻ. പിണറായിക്കിട്ട് നല്ല 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. ബാക്കി നോക്കാം. അല്പൻ ഐശ്വര്യം വന്നാൽ എന്നൊരു ചൊല്ലില്ലേ? പഴഞ്ചൊൽ പ്രപഞ്ചത്തിൽ അതെവിടെ കണ്ടാലും കൂലിപ്പടയാളികളെ കൊണ്ട് അത് കീറി മാറ്റിക്കണം. എഴുതാപ്പുറം വായിക്കണ്ട എന്ന് പേരക്കുട്ടിയോട് പറഞ്ഞാൽ മതി. എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് അപ്പൂപ്പൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഉത്സവം പോലും വെട്ടിച്ച് പേരക്കുട്ടിക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സിംഗപ്പൂർ ലൈറ്റ് ഉത്സവം കാണിക്കാൻ തരപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. രാജ്യം നിർണായക പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ അത് ബഹിഷ്കരിച്ച് വിദേശത്ത് ഉല്ലാസയാത്ര പോകുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞാലും അത് മാനിക്കാൻ സൗകര്യപ്പെടില്ലെന്ന് പറയാനുള്ള അവകാശം ചെലവിന് കൊടുക്കുന്ന നേതാവിനുണ്ടെന്ന് പറഞ്ഞാൽ ആരും ചൊടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ സമൂഹം ജാതിമത വകഭേദങ്ങൾക്കതീതമായി ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഉൽപ്പതിഷ്ണുവായ മതപുരോഹിതനായ ബിഷപ്പിനെ രാഷ്ട്രീയ വൈരം കാരണം പാർട്ടിയുടെ കത്തി കൊണ്ട് ക്ഷൗരം ചെയ്തു കളയുമെന്ന് ഏതെങ്കിലും നൃശംസൻ പറഞ്ഞാൽ കേരളം അതിന് കീഴ്പ്പെട്ട് കളയുമെന്ന് കരുതരുത്. ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷിയെന്ന് അധികാരപ്രമത്തതയാൽ വിളിച്ചു. നിന്ദിക്കുമ്പോൾ അത് മലയാളികൾ കയ്യും കെട്ടിയിരുന്ന് കേൾക്കണോ? ഇങ്ങനെ വിളിക്കുന്നത് ഭരണചക്രം തിരിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ അയാളുടെ മനോനില പരിശോധിക്കേണ്ടതല്ലേ? കേരളം ജന്മം കൊണ്ട ശേഷം ബിഷപ്പുമാരെ ദുഷിക്കാനും നിന്ദിക്കാനുമുള്ള അവകാശം ഇദ്ദേഹത്തിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വിളച്ചിലെടുക്കുന്ന മാടമ്പിയെ പൊതുനിരത്തിൽ കൊണ്ടു നിർത്തി എന്തുകൊണ്ട് പൊതുസമൂഹം ഏത്തമിടിയിക്കുന്നില്ല? RSS സംഘചാലകിനെ ഋഷി തുല്യനെന്ന് 2020 ഫെബ്രുവരി 9 വിശേഷിപ്പിച്ചത് ഇതേ നാവുകൊണ്ടല്ലേ? മുഖ്യമന്ത്രിയുടെ ഇതേ കസേരയിൽ ഇരുന്നല്ലേ അത്? ബിഷപ്പാകുമ്പോൾ വെറും വിവരദോഷി. ജന്മം കൊണ്ട് പൊതുരംഗത്തേക്ക് പ്രവേശിച്ച നാൾ മുതൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പുലമ്പിയിരുന്ന ആളെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഋഷി എന്ന് വിളിച്ച് ആദരിച്ചതെന്നത് കേരളം മറക്കില്ല. ഇതാണ് മോദി പേടി. കൊള്ള മുതലിനൊപ്പം തന്നെയും മകളെയും ജയിലിൽ അടയ്ക്കുമോ എന്ന ഭയം കാരണം സംഘപരിവാറിന്റെ ഏതും തൂണും പിടിക്കും പിണറായി വിജയൻ. അത്രയേ ഉള്ളൂ ഈ ഭീരു. കേരളത്തിലെ CPMന്റെ അന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ. കേരളത്തിലെയോ പശ്ചിമ ബംഗാളിലെയോ കിഴക്കൻ യൂറോപ്പിലെയോ സോവിയറ്റ് യൂണിയനിലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകമായി എന്തെങ്കിലും അപജയം സംഭവിച്ചതല്ല. ഓരോ രാജ്യത്തും പിണറായി വിജയന്മാർ തലപൊക്കുമ്പോൾ കമ്മ്യൂണിസം അവസാനിക്കുകയാണ്.
അത് ആഗോള പ്രതിഭാസമാണ്. മാർക്സിസത്തിൽ അപജയം ഉണ്ടാകുമ്പോൾ തലപൊക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളാണ് അതിൻ്റെ രോഗലക്ഷണം. ഭരണം വഴിയും കോർപ്പറേറ്റുകളുമായി ചേർന്ന് പങ്കുകച്ചവടം നടത്തിയും അഴിമതിയിലൂടെയും കോടാനുകോടി സമ്പാദ്യം പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും കീശയിലുണ്ട്. അതെടുത്ത് അമ്മാനമാടി ജനരോഷം തടുക്കാമെന്നാണ് പിണറായി വിജയൻ സ്വപ്നം കാണുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ശക്തിധരൻ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ചു നിർത്തിയും മറ്റൊരു വിഭാഗത്തെ വിമർശിച്ചും മുന്നോട്ട് പോകുന്നതാണ് പിണറായി വിജയന്റെ ഭരണരീതി. അതുമാത്രമല്ല, ഇപ്പോൾ സംഘപരിവാറിനെ ഒന്ന് താങ്ങിയും ക്രൈസ്തവരെ അടിച്ചൊതുക്കിയും സംസാരിച്ചില്ലെങ്കിൽ തൽക്കാലം നിലനിൽപ്പില്ല എന്ന് പിണറായി കണ്ടിട്ടുണ്ടാകണം. അതാണ് ബിഷപ്പിനെ കയറി വിവരദോഷി എന്ന് വിളിച്ചത്. പക്ഷേ RSSകാരൻ ഋഷി തുല്യനാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ലൈൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.